ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വലിയ തോതിലുള്ള ഒരു വോളറ്റിൽ സെക്ഷൻ തന്നെയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ മന്ത്ലി എക്സ്പയറി അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. IT സ്റ്റോക്കുകളെല്ലാം തന്നെ തിരിച്ചു വന്നു. എന്നാൽ FMCG സെക്ടറിൽ എസ്പെഷ്യലി HUL-എല്ലാം തന്നെ നല്ലൊരു വീക്ക്നെസ് കണ്ടു. നിഫ്റ്റിയിൽ നിന്ന് പ്രധാനപ്പെട്ട ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ TCS, എറ്റേണലും, ടെക്കമും, നെസ്ലയും, സിപ്ലയാണ്. സെയിം ടൈം HUL 7% ഫോള്, ഭാരത് ഇലക്ട്രോണിക്സും 5%, കോൾ ഇന്ത്യ 4%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 2% തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റിനെ താഴേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. IT തിരികെ വന്നു എന്നുള്ളത് വളരെയധികം പോസിറ്റീവാണ്. ഇന്ന് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി വന്നിരുന്നു. IIP ഡാറ്റ 7.3% ഇയർ ഓൺ ഇയർ വർധനവ് ഉണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ട് നമ്മളുടെ ഒരു എക്കണോമിക് ഡേറ്റ ആയിട്ട് പറയാം. ഇനിയിപ്പോൾ ഗ്ലോബലി നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും കാത്തിരിക്കുന്നത് ജൂലൈ 29, അതായത് നാളെ US നിന്ന് വരുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ US മാർക്കറ്റിൽ എല്ലാം തന്നെ അതിൻ്റെ ഒരു ഫിയർ ഗ്ലോബലിയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ HUL-ൻ്റെ ഒരു 7% അടുത്തുള്ളൊരു ഫോള്, അത് വോളിയം ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ താഴെയായിരുന്നു എന്നുള്ളതാണ്. അത് ഈ കൺസ്യൂമേഴ്സിൻ്റെ എല്ലാം തന്നെ ഡിമാൻഡ് സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ക്രൂഡ് പ്രൈസ് ഇത്രയധികം സ്പൈക്കായിരിക്കുന്ന സമയത്ത് ആളുകളുടെ പർച്ചേസിങ് പവർ കുറഞ്ഞേക്കാം എന്നുള്ളതാണ് HUL പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ കൺസ്യൂമർ കമ്പനീസിൻ്റെ ആ ഒരു 7% ഒരു ഫോള് കാണിച്ചു തരുന്നത്. പല സമയങ്ങളിലും മാർക്കറ്റ് ഇടിയുമ്പോൾ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നത് വലിയ തോതിലെങ്കിൽ കൂടിയും ചെറിയ തോതിൽ ആളുകളുടെ ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു FMCG സ്റ്റോക്കുകളിലേക്ക് ഉണ്ടായിരുന്നു. ഗ്ലോബലി നമുക്ക് മാർക്കറ്റ് കണ്ടുവരുമ്പോൾ ഏറ്റവും താഴെ കാണാം FTSE മാർക്കറ്റ് പോസിറ്റീവാണ്. ജർമ്മൻ മാർക്കറ്റ് എന്നാൽ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.6% ക്രാഷ് ചെയ്തു. ജപ്പാൻ മാർക്കറ്റ് 3%, കോസ്പി കൊറിയൻ മാർക്കറ്റ് 10% ഒരു ഫോൾ ഉണ്ടായി. നാസ്ഡാക്ക് ഫ്യൂച്ചർ നെഗറ്റീവാണ്, ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. ഏറ്റവും ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഗോൾഡ് $49 ഇടിഞ്ഞു, സിൽവർ 1.8% ഇടിഞ്ഞു, ബിറ്റ്കോയിൻ 2.4% ഇടിഞ്ഞു, ബ്രന്റ് ഓയിലും കൂൾ ഡൗൺ ആയി 84 ആയിട്ടുണ്ട്. ഇപ്പോൾ കൊറിയൻ മാർക്കറ്റ്, ഇതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം കൊറിയൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള ഫോളാണ്. 10%. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കൊറിയൻ മാർക്കറ്റ് ഇത്ര ഭീകരമായ രീതിയിൽ ഫോൾ രേഖപ്പെടുന്നത്. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് 24,000 സ്ട്രാഡിലെല്ലാം തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അറ്റ് ദ മണി കോളും പുട്ടും ആളുകൾ ഹ്യൂജ് റൈറ്റിംഗ് കാണുന്നുണ്ട്. എങ്കിലും കൂടിയും ഈ കോൾ സൈഡിൽ കുറച്ച് കൂടുതൽ കോൾ റൈറ്റിംഗ് കാണാം. പുട്ട് സൈഡിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് 23,500 റേഞ്ചാണ് നിലകൊള്ളുന്നത്. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പല ആളുകളും പല ബ്രോക്കേഴ്സ് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഫ്യൂച്ചർ ഓപ്ഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പല സ്ട്രൈക്കുകളിലും ഔട്ട് ഓഫ് ദ മണി ഹെഡ്ജ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ബ്രോക്കറായിരിക്കണം നമ്മൾ ആദ്യമേ തന്നെ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അബ്സല്യൂട്ട്ലി അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാറോട്ടിയും നമുക്ക് ഹെഡ്ജ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ DCM ശ്രീരാമാണ്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 6 times ഉയർന്നു. എയറോഫിക്സ് ഇൻഡസ്ട്രീസ് ഇവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് 30 to 35% കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടാറ്റ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് 56% സ്പൈക്ക് ചെയ്തു. അലംബിക് ഫാർമ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. L&T നെറ്റ് പ്രോഫിറ്റ് 14% ഉയർന്ന് 4,123 കോടി രൂപ കരസ്ഥമാക്കി. റവന്യൂ 7% സ്പൈക്ക് രേഖപ്പെടുത്തി. DCM ശ്രീരാം നെറ്റ് പ്രോഫിറ്റ് ഇവർ 130 നിന്ന് 693 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നിരുന്നു. ന്യൂ വെബ് ടെക്നോളജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30 കോടി രൂപയിൽ നിന്ന് 85 കോടി രൂപയിലേക്ക് ഉയർന്നു. സിറ്റി യൂണിയൻ ബാങ്ക് കമ്പനി 306 നിന്ന് 380 കോടി രൂപയിലേക്ക് ഉയർന്നു. അംബുജ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 790 നിന്ന് 580 കുറഞ്ഞു. റാഡിക്കോ കൈത്താൻ നെറ്റ് പ്രോഫിറ്റ് 130 നിന്ന് 230 ഉയർന്നു. ഫൈസർ നെറ്റ് പ്രോഫിറ്റ് 190 നിന്ന് 204 ഉയർന്നു. സെഞ്ചുറി ഇൻക നെറ്റ് പ്രോഫിറ്റ് 15 കോടി രൂപയിൽ നിന്ന് 61 കോടി രൂപയിലേക്ക് ഉയർന്നു. സിസ്ലോൺ എനർജി നെറ്റ് പ്രോഫിറ്റ് 324 നിന്ന് 305 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് എന്ന് കുറഞ്ഞു. സ്റ്റോക്ക് 10% ക്രാഷ് ചെയ്തു.
ഡീപ്പ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 58 നിന്ന് 85 ഉയർന്നു. സൂപ്പർ ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് 202 നിന്ന് 280 ഉയർന്നു. TTK പ്രസ്റ്റീജ് നെറ്റ് പ്രോഫിറ്റ് 26 നിന്ന് 59 ഉയർന്നു. സ്റ്റോക്ക് നിന്ന് 5% റാലി രേഖപ്പെടുത്തി. ഓറിയൻ പ്രോ സൊല്യൂഷൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61 നിന്ന് 45 ഇടിഞ്ഞു. സ്റ്റോക്ക് നിന്ന് 11% ക്രാഷ് ചെയ്തു. ആപ്പിയസ്റ്റ് മൈൻഡ് നെറ്റ് പ്രോഫിറ്റ് 61, ഇത്തവണ 67. ഇൻഡസ് ടവർ നെറ്റ് പ്രോഫിറ്റ് അവർ 1737 നിന്ന് 1746 പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. എയറോഫിക്സ് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 77 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് ഉയർന്നു. സ്റ്റോക്ക് നിന്ന് 7% റാലി രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് തുടങ്ങാൻ മറക്കരുത്. ശുഭദിനം. താങ്ക് യു ഓൾ.